നവംബർ 24 34 ആഴ്ചയിലെ തിങ്കളാഴ്ച. ലൂക്ക 21 1 മുതൽ 4 വരെ വാക്യങ്ങൾ. ഒന്നും കൊടുക്കാൻ കഴിയാത്തത്ര ദരിദ്രരല്ല ആരും എന്ന് അന്തരിച്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്പോൾ അദ്ദേഹം വിശുദ്ധനാണ് അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ സുവിശേഷത്തിലെ വിധവയെപ്പോലെ ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായവർക്ക് പോലും നൽകാൻ കുറച്ച് നാണയങ്ങൾ കണ്ടെത്താൻ കഴിയും. വാസ്തവത്തിൽ ഈ വിധവ നൽകിയത് 2 ചെറിയ നാണയങ്ങൾ മാത്രമല്ല, പിന്നെയോ തൻ്റെ മുഴുവൻ ഉപജീവന മാർഗവും നൽകി. നമുക്ക് അധികമുള്ളത് മാത്രമല്ല, നമുക്കുള്ളതെല്ലാം നൽകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. കാരണം സത്യത്തിൽ ഒന്നും നമ്മുടേതല്ല. നമുക്കുള്ളതെല്ലാം നമ്മെ നിരുപാധികമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൻ്റെ ഔദാര്യത്തിൽ നിന്നാണ്. നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം സഭയ്ക്ക് നൽകണമെന്ന് ബൈബിൾ ആവശ്യപ്പെടുന്നില്ല. വെറും 10% മാത്രമാണ് ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നത്. എന്നിരുന്നാലും നാം നൽകുന്ന യഥാർത്ഥ തുക നമ്മുടെ ഹൃദയത്തിൻ്റെ ഔദാര്യം പോലെ പ്രധാനമല്ല. നമ്മുടെ ഹൃദയത്തിൽ സന്തോഷത്തോടും നന്ദിയോടും കൂടി നമുക്ക് നൽകാം. കാരണം സന്തോഷവതിയായ ദാതാവിനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവ പരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ ദൈവത്തിൻ്റെ കരുതലിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. ദരിദ്രയായ വിധവയെപ്പോലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ത്യജിക്കാൻ നമുക്ക് തയ്യാറാകാം. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ഒന്നാമതെത്തിക്കാം. അവൻ്റെ കരുണയിലും കൃപയിലും ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്യും എന്ന് വിശ്വസിക്കാം. ഔദാര്യം അളക്കുന്നത് അളവിലൂടെയല്ല, ത്യാഗത്തിലൂടെയാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ ധനികർ വലിയ അളവിൽ നൽകി. അത് കാണുന്നവരിൽ മതിപ്പുളവാക്കിയിരിക്കാം. എന്നിരുന്നാലും യേശു ആ വിധവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അവളുടെ നിസ്സാരമായ വഴിപാട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ മൂല്യമുള്ളതായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം അത് യഥാർത്ഥ ത്യാഗത്തെ പ്രതിനിധീകരിക്കുന്നു. വിധവ തൻ്റെ മിച്ചത്തിൽ നിന്നല്ല, മറിച്ച് അവളുടെ കുറവിൽ നിന്നാണ് നൽകിയത്. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ടും അവളുടെ ആവശ്യങ്ങൾക്കായി അവൾ ദൈവത്തെ വിശ്വസിച്ചു. സഭയ്ക്കും സ്കൂളുകൾക്കും മറ്റ് സംഘടനകൾക്കും ആളുകൾ എത്രമാത്രം നൽകുന്നു എന്നതിൽ യേശുവിന് താല്പര്യമില്ല. പണത്തിൻ്റെ ഔദാര്യമല്ല, ഹൃദയത്തിൻ്റെ ഉദാരതയാണ് യേശു അന്വേഷിക്കുന്നത്. മറ്റ് ദാതാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വിധവയുടെ സമ്മാനം വളരെ തുച്ഛമായിരുന്നു. എന്നിരുന്നാലും അവൾ നൽകിയ ചെറിയ തുക അവളുടെ ഇല്ലായ്മയിൽ നിന്നാണ് ലഭിച്ചത്. ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ അവൾ പാടുപെടുകയായിരുന്നു. എന്നിട്ടും അവൾ തൻ്റെ ചെറിയ തുക ദേവാലയ ഭണ്ഡാരത്തിലേക്ക് സൗജന്യമായി നൽകി. അവളുടെ സ്നേഹത്തിനും ഔദാര്യത്തിനും യേശു ആ സ്ത്രീയെ പ്രശംസിച്ചു. അതുപോലെ നമുക്കുള്ളതെല്ലാം യേശുവിനെ സമർപ്പിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.